ഹായ് ഹലോ. ഇത് തലേ ദിവസേ അരച്ച് വെച്ച ഉഴുന്നും അരിയാണ്. ദോശ ചുടാം എന്ന് വിചാരിച്ചു. ചട്നിയോ തക്കാളി ചട്നിയോ എന്തെങ്കിലും ഉണ്ടാക്കി ദോശ കഴിക്കാമെന്നാണ് വിചാരിച്ചത് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നീട് ഞാൻ ചിന്തിച്ചു ഒരു മസാല ദോശ ഉണ്ടാക്കിയാലോ, അതും വെറൈറ്റി. അങ്ങനെ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ തയ്യാറാക്കി വെച്ച് അപ്പോൾ ഇതാ നമുക്ക് വെറൈറ്റി ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ദോശക്ക് പരത്തി അതിനുശേഷം നല്ല നെയ്യ് ഒഴിച്ച് കൊടുത്ത്, പിന്നെ ഇതാ ഈ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നോ, ദോശപ്പൊടിയാണ്. ഗാർലിക് ദോശപ്പൊടി. ആ നെയ്യിൽ ആ ദോശപ്പൊടിയൊക്കെ ചേർന്ന് സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ദോശ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം, പക്ഷേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ദോശ എന്ന് പറഞ്ഞാൽ ഇനിയാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുക. അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ മസാല അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അതിന് ശേഷമാണ് ഇതിൻ്റെ പ്രധാന ഐറ്റംസ് അങ്ങോട്ട് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ദോശ ഞാൻ മുൻപ് തമിഴ്നാട് പോയരം കഴിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഇത് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് സാൾട്ടുള്ള ചീസാണ്. അപ്പോൾ നിങ്ങൾ ആ മസാല തയ്യാറാക്കുമ്പോൾ ഉപ്പ് കുറച്ചിട്ട് വേണം തയ്യാറാക്കാൻ. ഇനി അതെല്ലാം സാൾട്ടില്ലാത്ത ചീസാവുമ്പോൾ സാധാരണ രീതിയിൽ ഉപ്പിടാം. അപ്പോൾ ഇതങ്ങോട്ട് നമുക്ക് മടക്കിയെടുക്കാം. ആ ഒരു ചൂടിൽ ആ ചീസൊക്കെ മെൽട്ടായിട്ട് കിട്ടും. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. നിങ്ങളെല്ലാവരും ഒന്നും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്ക്. കാണുമ്പം തന്നെ കഴിക്കാൻ കൊതിയാകുന്നില്ലേ? ഒരെണ്ണം തന്നെ ഒരാൾക്ക് ധാരാളമാണ്. അപ്പോൾ ഇന്ന് ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു.